പൊന്നാനിയിൽ ഒറ്റ നമ്പർ ലോട്ടറിയും എഴുത്ത് ലോട്ടറിയും വ്യാപകമാവുന്നു. നടപടി കർശനമാക്കണമെന്ന ആവശ്യവും ശക്തം. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. പൊന്നാനിയിൽ ഒറ്റ നമ്പർ ലോട്ടറിയും എഴുത്ത് ലോട്ടറിയും വ്യാപകമാകുന്നു. സാധാരണ ലോട്ടറിയേക്കാൾ പണം ലഭിക്കാനുള്ള സാധ്യത കൂടുതലെന്നതിനാലാണ് അനധികൃത ലോട്ടറി ഇടപാടുകൾ വർദ്ധിക്കുന്നത്. ഒന്നാം സമ്മാന നമ്പർ പ്രവചിച്ച എഴുത്ത് ലോട്ടറിക്കാരന് ലഭിക്കുന്നത് ഒരു എഴുത്ത് ലോട്ടറിക്ക് 5000 രൂപ വരെയാണ്. 10 രൂപയാണ് ഊഹിച്ചെഴുതുന്ന എഴുത്ത് ലോട്ടറിയുടെ ചെലവ്. 10 വരെ നമ്പർ എഴുതുന്നവരാണ് ഇടപാടുകാരിൽ അധികവും. അങ്ങനെ വരുമ്പോൾ 100 രൂപ ലഭിക്കും. അടിച്ചാൽ 50,000 രൂപ. കേരള ലോട്ടറിക്ക് 30 രൂപ മുതൽ വില വരുമ്പോൾ എഴുത്ത് ലോട്ടറി എഴുതുന്നവന് 10,000 രൂപ വരെ ചെലവഴിക്കേണ്ടതുണ്ട്. സംസ്ഥാന ലോട്ടറിയുടെ അവസാനത്തെ 3 അക്കം വെച്ചുള്ള ഈ കളി മേഖലയിൽ വർദ്ധിക്കുന്ന സാഹചര്യമാണ്. ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ വിൽപ്പന ചെയ്യുന്നത് നിരോധിച്ചതോടെയാണ് എഴുത്ത് ലോട്ടറിക്ക് പ്രചാരമേറിയത്. ആളുകൾ ആവശ്യപ്പെടുന്ന 3 അക്ക നമ്പറുകൾ രേഖപ്പെടുത്തി ഒരു നമ്പറിന് 20 രൂപ വീതം ഈടാക്കും. അതത് ദിവസത്തെ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം ലഭിക്കുന്ന നമ്പറിന്റെ അവസാന 3 അക്ക നമ്പറുകൾ ഒത്തുനോക്കിയാണ് പണം നൽകിയിരുന്നത്. ഒന്നാം സമ്മാനമായി ഒരു ടിക്കറ്റിന് 8000 രൂപയും രണ്ടാം സമ്മാനമായി 500 രൂപയും മൂന്നാം സമ്മാനമായി 250 രൂപയും ലഭിക്കും. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മാനം ലഭിക്കുന്ന ടിക്കറ്റിന്റെ അവസാന 3 നമ്പർ മുൻകൂട്ടി എഴുതി പണം കൊയ്യുന്നതാണ് എഴുത്ത് ലോട്ടറിയുടെ രീതി. മൊബൈൽ ആപ്ലിക്കേഷൻ അടക്കം ഉപയോഗിച്ചാണ് എഴുത്ത് ലോട്ടറി ലോബിയുടെ പ്രവർത്തനം. അംഗീകൃത ലോട്ടറി ഏജൻസികളുടെ മറവിലും രഹസ്യ കേന്ദ്രങ്ങളിലും എഴുത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്നതായാണ് വിവരം. പൊന്നാനി തീരദേശ മേഖലയിൽ ഒറ്റ നമ്പർ ലോട്ടറി വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ പരിശോധനകളും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പൊന്നാനി താലൂക്ക് വികസന സമിതി യോഗത്തിൽ INL സംസ്ഥാന സെക്രട്ടറി OA ഷംസു ആവശ്യപ്പെട്ടു. വ്യാപകമായി ഒറ്റ നമ്പർ ലോട്ടറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു സമൂഹം തന്നെ, ഒരു ചെറുപ്പക്കാരുടെ ഒരു വിങ് തന്നെ ഒരു ജോലിക്കും പോവാതെ അവർക്ക് വളരെ വളരെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ഒരു സമൂഹം ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒറ്റ നമ്പർ ലോട്ടറി എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും 10ഉം 20ഉം ചെറുപ്പക്കാർ ഇങ്ങനെ കൂടി നിൽക്കുക, അതിലേക്ക് ഒരു ഗ്യാങ് വേറെ വരിക, അവരങ്ങനെ ഏജന്റുകളും അതിൻ്റെ സബ് ഏജന്റുകളുമായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കണം നമ്മുടെ തീരദേശം. പ്രത്യേകിച്ച് അത് വലിയ അപകടം ഉണ്ടാക്കുകയാണ്. എന്തെങ്കിലും അധ്വാനിച്ച് കിട്ടിയിട്ട് വരുന്ന ആ കാശ് കിട്ടുക, അതിൻ്റെ പകുതി അവർ അതിലേക്ക് അതെടുക്കാനും വേണ്ടിയിട്ട് അത് ചെലവഴിച്ച് അവരുടെ കുടുംബത്തിന് പോലും ഉപകാരമില്ലാത്ത രീതിയിൽ അവർ അധ്വാനത്തിൻ്റെ പ്രതിഫലം ചെലവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ രീതിയിൽ പോലീസ് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഈ അപകടകാരികളെ കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള നമ്മുടെ നിരന്തരമായ ക്യാമ്പയിനും മറ്റുമൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറച്ചൊക്കെ വിജയം കണ്ടിട്ടുണ്ട്. വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനും നമ്മുടെ മറ്റ് അന്വേഷണവും കാര്യങ്ങളും പോക്കുമൊക്കെ ഒരു പരിധി കാണുമ്പോഴും വീണ്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കണം. കാരണം വീണ്ടും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികളിൽ അത് വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് തടയാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നത് പോലെ തന്നെ ഈ ഒറ്റ നമ്പർ ലോട്ടറി ലഹരിയിലേക്ക് പോകാനുള്ളൊരു പ്രചോദനമാക്കുക, മറ്റു കള്ളത്തരങ്ങളിലേക്ക്, മറ്റെല്ലാ പിടിച്ചുപറിയിലേക്കും ഈ സംഘം പിന്നീട് പോകും. അതുകൊണ്ട് ആ സംഘത്തിനെതിരെയുള്ള കൃത്യമായ ഒരു വലം തീർക്കാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി നമ്മുടെ പൊന്നാനി താലൂക്കിലെ തീരദേശത്ത് പ്രത്യേകിച്ച് അതിനു വേണ്ടിയുള്ള ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിക്കണമെന്ന് കൂടി